ഈ എത്രാമത്തെ തവണ സ്കൂളിൽ പോകണമെന്ന് ഇതിന് മുമ്പോട്ട് ഞാൻ കൊണ്ടുവരുന്നത് ഇതിന്റെ കോൺസിക്വൻസ് വല്ലതും അറിയോ? എന്തറിഞ്ഞോണ്ട് എല്ലാത്തിനും ഈ പ്രിൻസിപ്പളെ റിപ്പോർട്ട് ചെയ്ത പ്രശ്നം അറിയോ? ഇത് വീട്ടിൽ വിളിച്ച് വരട്ടെ, എന്റെ അടുത്ത് പോലീസിലല്ലേ, എനിക്കറിയില്ലേ? ഫോണോട് എനിക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ വിടാൻ പറ്റില്ല. എത്രാമത്തെ തവണയാണ് പ്രിൻസിപ്പളെ കർശനമായ നിർദ്ദേശിച്ചിട്ട് കുട്ടിക്ക് സസ്പെൻഷൻ ആണ് ഏറ്റവും കുറവ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാറില്ല. പിന്നെ ഗായത്രി ആയതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ നോക്കാം. ഞാൻ പറയാൻ പോലെ ചെയ്തത് ഉറപ്പാണോ? പുറത്തൊരാൾ പോലും അറിയാം. ക്ലാസ്സിൽ പോയ സമയത്താണ് കുട്ടി ഭയങ്കര ഗ്ലൂമി ആയിട്ടാണ്, ഭയങ്കര ആക്റ്റീവ് ആയിരുന്നിട്ടുള്ള കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇല്ല സാർ, ഞാനിപ്പോ ക്ലാസ്സിൽ എനിക്ക് ഇതേ ഫീലിംഗ് ആയിട്ട് ഞാനിപ്പോ ഇതിനെ കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കണം വിചാരിച്ചു നിൽക്കുകയായിരുന്നു. സാറിപ്പോ ക്ലാസ്സിൽ പോയിട്ടുള്ളൂ? അതെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ഫോട്ടോസിന്തസിസിനെ കുറിച്ചിട്ടായിരുന്നില്ലേ പഠിച്ചത്? നിങ്ങൾ ആരെങ്കിലും ആ പോർഷൻ നോക്കിയിട്ടുണ്ടോ? ഒരു ചോക്ക് എടുത്ത് കൊടുക്കാം, പെട്ടെന്ന് തന്നോട്ടോ. മതി മതി മതി. ഷീഫ, അപ്പൊ ഇന്നലെ പഠിച്ചു തരാൻ പറഞ്ഞതായിരിക്കും അല്ലേ? എന്താ ഫോട്ടോസിന്തസിസ്? Okay, sit down. Very good, very good. Next, Gayatri. അപ്പോൾ ഗായത്രി പറയാം, നമ്മുടെ ഇതിനെ കുറിച്ചിട്ടാ പഠിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഗായത്രി ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഗായത്രി ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. എന്ത് കാര്യത്തിനെ കുറിച്ച്? ഇന്നലെ നിന്ന് വർക്ക് എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണേ. ആ നോട്ട് ഞാൻ വന്ന ഇതിന്റെ ചെക്ക് ചെയ്യുന്നത്.
മോള് എന്തിനാ, എന്താ പ്രശ്നം എന്ന് പറ, ടീച്ചറോട് പറ. ഗായത്രി മോളെ പറ, എന്താ പ്രശ്നം? മോളിങ്ങനെ കരയാതെ കാര്യം പറ. ടീച്ചറില്ലേ, ടീച്ചർ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നീ കരയില്ലേ? ശരി, നമുക്കിതിന് എന്തായാലും പരിഹാരം ഉണ്ടാക്കാം. നീ ഇങ്ങനെ കരയില്ലേ? ടീച്ചറല്ലേ മോളുടെ കൂടെ? ഹലോ, പോലീസ് സ്റ്റേഷൻ. വയനാട്ടിൽ പോക്സോ കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ. പുത്തൂർവയൽ സ്വദേശി അറസ്റ്റിലായത്